ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 3 പ്രധാനപ്പെട്ട ടൂൾസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൂൾസാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു 3 ടൂൾസാണ് നോക്കാനുള്ളത്. ഒന്നാമതായിട്ട് വരുന്നത് റെക്റ്റാങ്കുലർ ടൂൾ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും അത് മെയിനായിട്ട് നമ്മൾ ഷേപ്പ് ടൂൾ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു റെക്റ്റാങ്കുലർ ടൂൾ മാത്രമല്ല ഉള്ളത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ടഡ് റെക്റ്റാങ്കുലർ ടൂൾ വരുന്നുണ്ട്, എലിപ്സ് വരുന്നുണ്ട്, പോളിഗൺ വരുന്നുണ്ട്, സ്റ്റാർ ടൂൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്വയർ ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ടൂൾ വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ടൂളാണ് പെൻ ടൂൾ എന്നുള്ളത്. നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഷേപ്സ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന ടൂളാണ് ടൈപ്പ് ടൂൾ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു 3 ടൂൾസാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തരുന്നത്. പിന്നീട് നമ്മൾ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ടൂൾ എടുക്കുകയാണ്, റെക്റ്റാങ്കുലർ ടൂൾ എടുക്കുകയാണ്. റെക്റ്റാങ്കിൾ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? ഞാനിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, റെക്റ്റാങ്കുലർ ടൂൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് എവിടെയാണോ അവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് മുകളിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിൽ എന്ന് പറയുന്നത് കളറാണ് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കളർ ഏത് കളറിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡിലൂടെ നിങ്ങൾ ഏറ്റവും കോർണറിലും സൈഡിലും ആയിട്ട് നിങ്ങൾ ലൈന് കണ്ടോ, ആ ലൈനിൻ്റെ കളറാണ് ഈ സ്ട്രോക്ക് എന്നുള്ളത്. സ്ട്രോക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ ഞാൻ സ്ട്രോക്കിൻ്റെ സൈസ് ഒന്ന് കൂട്ടി തരാം. ഇപ്പോൾ ഇവിടെ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ ആ സ്ട്രോക്കിൻ്റെ സൈസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറിലാണ് സ്ട്രോക്ക് ഉള്ളത്. അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്ന് മനസ്സിലായല്ലോ. ആ സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഈ സ്ട്രോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ റെഡാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോക്കിൻ്റെ കളർ റെഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും എന്താ ചെയ്യുക? വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക, സെലക്ഷൻ ടൂൾ എടുക്കുക. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. മറ്റു കാര്യം എന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കുലർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. റെക്റ്റാങ്കുലർ ടൂളിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇത് വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ അതൊരു സ്ക്വയർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. റെക്റ്റാങ്കുലർ ടൂൾ തന്നെ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്ക്വയർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് മറ്റുള്ള എല്ലാ ടൂൾസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എലിപ്സ് ടൂൾ ഉണ്ടല്ലോ, എലിപ്സ് ടൂൾ നമുക്ക് എലിപ്സ് വരയ്ക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാൻ പറ്റും? അതിനായിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ എലിപ്സ് വരച്ച് കഴിഞ്ഞാൽ അതൊരു സർക്കിളായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷേപ്സ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ടൂളാണ് പെൻ ടൂൾ എന്നുള്ളത്. പെൻ ടൂൾ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്, എന്നാൽ നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പോയിൻ്റ് വൈസ് ആയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോയിൻറ്റ്സ് കൊടുക്കുന്നു. അതിനെ കേവ് ആക്കണമെങ്കിൽ കേവ് ആക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് ഇടുന്നു. അതിനെ കേവ് ആക്കണമെങ്കിൽ ഞാൻ കേവ് ആക്കുന്നു. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഡിഫറെൻ്റായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിലുള്ള ഷേപ്പുകൾ, ഇപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പുകൾ നമുക്കിങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വെറുതെ വരയ്ക്കുകയാണ്. അപ്പോൾ ഓരോ പോയിൻറ്റ്സും നമ്മളിങ്ങനെ മാച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള പല രീതിയിലുള്ള ഷേപ്പുകൾ, നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇതിനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ ഫില്ലും സ്ട്രോക്കും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏത് ഷേപ്പിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വരച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയുള്ളൂ നമുക്ക് ഈ ഒരു കാര്യം വളരെ കറക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പല ഷേപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന ടൂളാണ് ടൈപ്പ് ടൂൾ എന്നുള്ളത്. എന്തിനാണ് നമ്മൾ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ടൂളിനെ പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ബേസിക് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു ടെക്സ്റ്റ്
കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ എനോക്സ് അക്കാഡമി എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറയുക, ടെക്സ്റ്റ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ പാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ പാനൽ യൂസ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിന് നമുക്ക് മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡാണുള്ളത്. ഈ ടെക്സ്റ്റ് നമ്മൾ സെലക്റ്റഡ് ആയിരിക്കണം. എങ്ങനെയാണ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക? നമ്മൾ ടൈപ്പ് ടൂളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സെലക്ഷൻ ടൂളിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാരക്ടർ ടൂളിൽ വന്നിട്ട് ക്യാരക്ടർ പാനലിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഫോണ്ട് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ജസ്റ്റ് ഇങ്ങനെ സൈസ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് നീക്കിയാലും മതി. അപ്പോൾ അത് വലുതാവും. ലെഫ്റ്റിലേക്ക് നീക്കിയാൽ അത് ചെറുതാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അണ്ടർലൈൻ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും ബോൾഡ് ആക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇറ്റാലിക് മോഡലിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ സ്മോൾ ലെറ്ററിലേക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്സ്റ്റ് ടൂൾ, അതായത് ഈ ഒരു ടൈപ്പ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട കളർ ഏതാണോ ആ ഒരു കളറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും അതും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കുറച്ച് ചില പ്രൊജക്റ്റുകൾക്ക് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും അതുകൂടി ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് നമുക്ക് നമ്മളെ ഈ ഒരു സെലക്ഷൻ ടൂൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ലെയേഴ്സ് കണ്ടോ, ഓരോ ലെയറായിട്ട് നിൽക്കുന്നത് കണ്ടോ, അതിൽ ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ലെയറിൽ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് ആയത് കാണാൻ പറ്റും. ഇനി ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഷേപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പ് പോയത് കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ടൂൾസൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. വരുന്ന ക്ലാസ്സിൽ കുറച്ചുകൂടി നമുക്ക് ഡീപ്പായിട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ.